Welcome to Aspirants Perspective Daily 10 UPSC PYQ Analysis. ലാസ്റ്റ് ക്ലാസ്സിൽ GS 2014 ക്വസ്റ്റ്യൻ നമ്പർ 81 to 90 വരെയാണ് ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ 91 to 100 വരെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ സെഷനോടെ നമ്മുടെ 2014 ക്വസ്റ്റ്യൻ പേപ്പർ തീരുവാണ്. സോ the next question 91. A community of people called Manganiyas is well known for their മംഗണിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ റീജിയനിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ആൻഡ് രാജസ്ഥാൻ റീജിയനിലെ ജയ്സൽമർ പാർമർ ഡിസ്ട്രിക്റ്റിലൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി. സോ ഒരു ക്ലാസിക്കൽ അവരുടെ ഒരു ക്ലാസിക്കൽ ഫോക്ക് മ്യൂസിക് ഭയങ്കര ഫേമസ് ആണ്. നെയ്മഡ് കർത്താൽസ് യൂസിങ് ഹാൻഡ്സ് ആൻഡ് ഹെഡ്. സോ അവരുടെ ഒരു റിലീജിയസ് ആൻഡ് സോഷ്യൽ സെലിബ്രേഷനിലൊക്കെ ഉണ്ടാവുന്നൊരു ക്ലാസിക്കൽ ഫോക്ക് മ്യൂസിക് ആണത് കർത്താൽസ്. സോ ആ ഒരു കമ്മ്യൂണിറ്റിയാണ് മംഗണിയാസ്. സോ ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. മാർഷ്യൽ ആർട്സ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ അത് തെറ്റാണ്. മ്യൂസിക്കൽ ട്രഡീഷൻ ഇൻ സൗത്ത് വെസ്റ്റ് ഇന്ത്യ ശരിയായിട്ടുള്ള ആൻസർ ആണ്. സോ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 92. What was or were the objects of Queen Victoria's proclamation 1858? 1858 പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റിവോൾട്ട് ഓഫ് 1857 കഴിഞ്ഞിട്ട് കമ്പനിയുടെ എല്ലാ റൂളും എൻഡ് ചെയ്യുകയും ആൻഡ് അതിൻ്റെ പവേഴ്സ് ഒക്കെ ബ്രിട്ടീഷ് ക്രൗണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തൊരു പ്രൊക്ലമേഷനാണ് ക്വീൻ വിക്ടോറിയാസ് പ്രൊക്ലമേഷൻ ഓഫ് 1858. സോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടു ഡിസ്ക്ലെയിം എനി ഇന്റൻഷൻ ടു അനക്സ് ഇന്ത്യൻ സ്റ്റേറ്റ് ശരിയായിട്ടുള്ള ഒരു ആൻസർ ആണ്. ടു പ്ലേസ് ദ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ ബ്രിട്ടീഷ് ക്രൗൺ കമ്പനിയുടെ റൂൾസ് എല്ലാം എൻഡ് ചെയ്യുകയാണ് ചെയ്തത്. സോ അത് ആൻഡ് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ ബ്രിട്ടീഷ് ക്രൗണിന്റെ അണ്ടറിൽ കൊണ്ടുവരികയും ചെയ്തു. സോ അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ടു റെഗുലേറ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ട്രേഡ് വിത്ത് ഇന്ത്യ കമ്പനിയുടെ റൂൾ എൻഡ് ചെയ്യാണ് ചെയ്തത്. നോട്ട് റെഗുലേറ്റ് കമ്പനി ഇല്ല. ഇന്ത്യ ഈസ് അണ്ടർ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യ ഈസ് അണ്ടർ ബ്രിട്ടീഷ് ക്രൗൺ. അതായിരുന്നു 1858 ക്വീൻസ് പ്രൊക്ലമേഷൻ. സോ ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1 and 2 ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്വസ്റ്റ്യൻ നമ്പർ 93. ഇബാദത്ത് ഖാന അറ്റ് ഫത്തേപൂർ സിക്രി ഇറ്റ് വാസ് അക്ബറിന്റെ സമയത്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അറിയുവാണെങ്കിൽ നമുക്ക് ഒരു 50-50 എത്തിച്ചേരാൻ പറ്റും. ദ മോസ്റ്റ് ഫോർ ദ യൂസ് ഓഫ് റോയൽ ഫാമിലി അക്ബറിന്റെ സമയത്ത് അങ്ങനെ ഒരു സംഭവം അത് ഇബാദത്ത് ഖാന അത് തെറ്റാണ്. സോ അക്ബേഴ്സ് പ്രൈവറ്റ് പ്രയർ ചേംബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അക്ബർ ഒരിക്കലും ഒരു റിലീജിയനെ ഭയങ്കരമായിട്ട് ഒരു പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. മോറോവർ ഒരു റിലീജിയസ് ഫ്രണ്ട്ലി ആളായിരുന്നു. സോ ദ ഹാൾ ഇൻ വിച്ച് അക്ബർ ഹേൾഡ് ഡിസ്കഷൻ വിത്ത് സ്കോളേഴ്സ് ഓഫ് വേരിയസ് റിലീജിയൻ ആണ് ശരിയായിട്ടുള്ളത്. ഇത് രണ്ടും നമുക്കൊരു ചെറിയൊരു ഡൗട്ട് വരാം. ഇറ്റ് വാസ് റിലീജിയസ് ഡിസ്കഷൻ ഹാൾ തന്നെയായിരുന്നു. അക്ബർ ഉണ്ടായിരുന്നു ആ ഒരു ഡിസ്കഷനിൽ. ദ ഹാൾ ഇൻ വിച്ച് അക്ബർ ഹേൾഡ് ഡിസ്കഷൻ വിത്ത് സ്കോളേഴ്സ് ഓഫ് വേരിയസ് റിലീജിയൻ. സോ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അല്ലാതെ ഒരു റിലീജിയസ് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഏരിയ ഒന്നും ആയിരുന്നില്ല ഇബാദത്ത് ഖാന. ഇബാദത്ത് ഈസ് പ്രയർ. സോ ബട്ട് അതൊരു അക്ബറിന്റെ ഒരു പ്രൈവറ്റ് പ്രയർ ചേംബർ ഒന്നും ആയിരുന്നില്ല. ഇറ്റ് വാസ് ദ ഹാൾ ഇൻ വിച്ച് അക്ബർ ഹെൽഡ് ഡിസ്കഷൻ വിത്ത് സ്കോളേഴ്സ് ഓഫ് വേരിയസ് റിലീജിയൻ. Next question number 94. In the context of food and nutritional security of India, enhancing seed replacement rate of various crops helped in achieving the food production target of the future. But what is or are the constraints in its greater implementation? So, statement ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദർ ഈസ് നോ നാഷണൽ സീഡ് പോളിസി ഇൻ പ്ലേസ്. ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്, അങ്ങനെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പക്ഷേ there was a national seed policy in 2002. സോ അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റും ആണ്. സോ അത് തെറ്റാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, there is no participation for the private sector seed companies in the supply of quality seeds of vegetables and planting material of horticulture crops. അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, അങ്ങനെ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ബട്ട് there was a participation of private sector, പക്ഷെ ഒരു ലിമിറ്റഡ് എമൗണ്ട് ആണെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അതും തെറ്റാണ്. നെക്സ്റ്റ് വൺ, there is a demand supply gap regarding quality seed in case of low value and high volume crops. ഏതൊക്കെയാണ് ക്രോപ്സ്? വീറ്റും റൈസും പോലുള്ള ലോ വാല്യൂ ഹൈ വോളിയം ക്രോപ്സിന്റെ കേസിൽ ഒരു ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പ് റിഗാർഡിംഗ് ക്വാളിറ്റി സീഡ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കുഴപ്പമില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അത് ഉണ്ടായിരുന്നു. there was a demand supply gap recording quality of seed in case of low value and high volume crops such as wheat and rice. അതുകൊണ്ട് തന്നെ farmers prefer to use their own preserved seeds due to the high demand and supply gap. സോ ഓപ്ഷൻ 3 ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 95. എൻവയോൺമെന്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു എക്കോ സെൻസിറ്റീവ് സോൺസ്. എക്കോ സെൻസിറ്റീവ് സോൺസ് എന്നാണ് പ്രൊട്ടക്റ്റഡ് ഏരിയാസിന്റെ ഒരു 10 കിലോമീറ്റേഴ്സ് ചുറ്റളവിലുള്ള ഒരു
ഏരിയാസിനെയാണ് പ്രൊട്ടക്റ്റഡ് ഏരിയാസിന് 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏരിയാസ് ആണ് എക്കോ സെൻസിറ്റീവ് സോൺസ്. ദ ആർ എക്കോളജിക്കലി ഫ്രജൈൽ ഏരിയാസ് ആണ്. സോ അതൊരു ബഫർ ആയിട്ട് ആക്ട് ചെയ്യുന്ന നോർമൽ ഏരിയാസിന്റെയും പ്രൊട്ടക്റ്റഡ് ഏരിയാസിന്റെയും ഇടയ്ക്കുള്ള ഒരു ബഫർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏരിയയാണ് എക്കോ സെൻസിറ്റീവ് സോൺസ്. ഇത് അനൗൺസ് ചെയ്തത്, നോട്ടിഫൈ ചെയ്തത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് EPA 1986 സെക്ഷൻ 3 വഴിയാണ് ഇത് അനൗൺസ് ചെയ്യുന്നത്. സോ ആൻഡ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കാം. എക്കോ സെൻസിറ്റീവ് സോൺസ് ആർ ദ ഏരിയാസ് ആർ ഡിക്ലെയർഡ് അണ്ടർ WPA ആക്ട് വഴിയല്ല ഇത് അനൗൺസ് ചെയ്തത്, EPA 1986 വഴിയാണ്. സോ ഇതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദ പർപ്പസ് ഓഫ് declaration of eco-sensitive zone is to prohibit all kind of human activities in those zones except agriculture. So ചില സെർട്ടൈൻ ആക്ടിവിറ്റീസ് ഒക്കെ ഈ ഏരിയാസിൽ ബാൻഡ് ആണ് ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ്. പക്ഷേ അഗ്രികൾച്ചർ മാത്രമല്ല, ഹോർട്ടിക്കൾച്ചർ പ്രാക്ടീസസ് ബൈ ദ ലോക്കൽ കമ്മ്യൂണിറ്റി, ഓർഗാനിക് ഫാമിംഗ്, റെയിൻ ഹാർവെസ്റ്റിംഗ്, സയന്റിഫിക് റിസർച്ച്, ടൂറിസം ഒക്കെ എക്കോ സെൻസിറ്റീവ് സോൺസിൽ പെർമിറ്റഡ് ആണ്. അഗ്രികൾച്ചർ മാത്രമല്ല. സോ അതും ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നെയ്തർ 1 nor 2 ആണ്, രണ്ടും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം റിഗാർഡിംഗ് എക്കോ സെൻസിറ്റീവ് സോൺസ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, എന്താണെങ്കിലും പഠിക്കണം. Next question number 96. Consider the following statement. Animal Welfare Board of India is established under EPA 1986. നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ തെറ്റാണ് മനസ്സിലാവും. EPA വഴിയല്ല, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് വഴിയല്ല ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ പ്രിവെൻഷൻ ഓഫ് ക്വാലിറ്റി ഓഫ് ആനിമൽ ആക്ട് 1960. In 1962 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് നോട്ട് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ EPA ആക്ട് 1986. സോ അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ അണ്ടറിൽ 2005 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. സോ അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, നാഷണൽ ഗംഗ റിവർ ബേസിൻ അതോറിറ്റി ഇസ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ തന്നെയാണ് ഇതിന്റെ ചെയർപേഴ്സൺ, ആൻഡ് ഇതിന്റെ വൈസ് ചെയർപേഴ്സൺ യൂണിയൻ മിനിസ്ട്രി ഓഫ് ജലശക്തിയാണ്. സോ അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ B, 2 and 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 97. കൺസിഡർ ഫോളോയിങ് പെയർ വൈറ്റമിൻ ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസ്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ഡിസീസ് തന്നെയാണ് സ്കർവി, C for സ്കർവി. ആൻഡ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ബോൺ റിലേറ്റഡ് ഡിസീസ് ഒക്കെ. സോ റിക്കറ്റ്സ്, ഓസ്റ്റിയോമാലേഷ്യ, അതൊക്കെയാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഡിസീസ്. വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി വളരെ റെയർ ആയിട്ടാണ് ഉണ്ടാവാറുള്ളത്. ആൻഡ് മൈൽഡ് ഹീമോലിറ്റിക് അനീമിയ ഇൻ ന്യൂ ബോൺ, അതൊക്കെയാണ് ഡെഫിഷ്യൻസി ആയിട്ട് വരുന്നത്, ഡിസീസ് ആയിട്ട് വരുന്നത്. സോ ആൻഡ് നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതിനിപ്പോൾ അത് അറിയില്ലെങ്കിലും നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് റിലേറ്റഡ് ടു വൈറ്റമിൻ എ ആണ്. കൺ റിലേറ്റഡ് സാധനങ്ങളൊക്കെ വൈറ്റമിൻ എ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ കറക്റ്റ്ലി മാച്ച് ചെയ്തത് ഏതാണെന്ന് ചോദിച്ചാൽ 1 and 2 ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. Question number 19. There is some concern regarding nanoparticle of some chemical element that are used by industry in manufacture of various products. Why? Nanoparticles-ന്റെ demerits എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Select the correct answer. So they can accumulate in environment and contaminate water and soil. ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഒന്നുമല്ല. They can, ഇതൊരു നെഗറ്റീവ് രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ ദേ കനോട്ട് അക്യുമുലേറ്റ് ഇൻ എൻവയോൺമെന്റ് ആൻഡ് കണ്ടാമിനേറ്റ് വാട്ടർ ആൻഡ് സോയിൽ എന്ന് പറയുകയാണെങ്കിൽ നാനോ പാർട്ടിക്കിളിനെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപദ്രവമൊന്നും എൻവയോൺമെന്റിന് ഉണ്ടാവില്ല. സോ ദേ ആർ കുറച്ച് ഡിമെറിറ്റ്സ് ഉള്ള സംഭവങ്ങൾ തന്നെയാണ് നാനോ പാർട്ടിക്കിൾ. 1 to 100 നാനോമീറ്റർ ഉള്ളൊരു പാർട്ടിക്കിളാണ്, മാറ്റർ പാർട്ടിക്കിളാണ് നാനോ പാർട്ടിക്കിൾ. സോ ഇത് ദേ ക്യാൻ അക്യുമുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ദേ ക്യാൻ എൻ്റർ ദ ഫുഡ് ചെയിൻ. ഇത്രയും ചെറിയ പാർട്ടിക്കിളാണ്, അവർക്ക് ഫുഡ് ചെയിനിക്ക് ഈസി ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. സോ ദേ ക്യാൻ ട്രിഗർ ദ പ്രൊഡക്ഷൻ ഓഫ് ഫ്രീ റാഡിക്കൽ. അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ 1, 2, 3 ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 99. Which of the following organization bring out publication known as World Economic Outlook? World Economic Outlook IMF-ന്റെ, ദ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF-ന്റെ ഒരു പബ്ലിക്കേഷൻ ആണ്. ഒരു ഇയറിൽ ട്വൈസ് അവർ റിലീസ് ചെയ്യും, ഏപ്രിലും ഒക്ടോബറിലും. കൺട്രീസ് അവരുടെ GDP ഗ്രോത്ത് റേറ്റ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യും. സോ IMF-ന്റെ പബ്ലിക്കേഷൻ ആണ് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക്. വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 100. With reference to union budget, which of the following is or are covered under non-plan expenditure? പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എല്ലാം പ്ലാനിങ് എക്സ്പെൻഡിച്ചറിലും പ്ലാനിങ് റിലേറ്റഡ് അല്ലാത്ത എക്സ്പെൻഡിച്ചേഴ്സ് എല്ലാം നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിലും വരുന്നതാണ്. സോ ഇതെല്ലാം പ്ലാനിങ് റിലേറ്റഡ് അല്ലാത്ത എക്സ്പെൻഡിച്ചർ ആണ്. 1, 2, 3, 4 ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, ഇൻട്രസ്റ്റ് പേയ്മെന്റ്, സാലറി പേയ്മെന്റ്, സബ്സിഡി പേയ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ. സോ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 1, 2, 3 and 4
ക്വസ്റ്റ്യൻ ഇപ്പോൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സോ ദിസ് വാസ് ക്വസ്റ്റ്യൻ പേപ്പർ 2014 ആയിരുന്നു. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ 2014 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എൻഡ് ചെയ്യാണ്. നെക്സ്റ്റ് 2015-ലെയോ 2013-ലെയോ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം.